അലിയുടെ വഴിയിലൂടെ പോകുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഇസ്ലാമിക ലോകത്തേക്ക് ശിർക്ക് കടന്നു വന്നത് കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളിലൂടെയും അതേ രൂപത്തിലുള്ള മഹാന്മാരുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളിലൂടെയൊക്കെയായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള വിഗ്രഹാരാധനകൾക്കും അതുപോലെ തന്നെ ഖബറാരാധനകൾക്കുമൊക്കെ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ അതിനൊക്കെ പൊളിച്ച് നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളാണ് ആര്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. CH മുസ്തഫ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അതിലൂടെയും സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്, ഇതിലൂടെയും സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്. ആരും എന്താക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാളാകണമെങ്കിൽ അലിയുടെ റൂട്ടിലാകണം. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇയാൾ പൂർണ്ണമായും നിരാകരിക്കുന്നൊരു നിലപാട് കൂടിയാണത്. കാരണം ഉസ്വത്തുൻ ഹസന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഇനി അത്ര തുല്യമായ എന്ന് വേണ്ട, അതിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു ജീവിതം വേറല്ലല്ലോ. അലിയെ ഉൾക്കൊള്ളുന്നവർക്ക്, ശംസുദ്ദീൻ തബ്രീസിയെയും ജലാലുദ്ദീൻ റൂമിയെയും ഉൾക്കൊള്ളുന്നവർക്ക് മൻസൂറുൽ ഹല്ലാജിനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. മൻസൂറുൽ ഹല്ലാജിനെ ഉൾക്കൊള്ളുന്നവർക്ക് ഈ നാരായണ ഗുരുവിനെ ഉൾക്കൊള്ളാനോ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഗുരുനാനാക്കിനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് യേശുവിനെ ഉൾക്കൊള്ളാനോ ബുദ്ധനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത് അലിയുടെ വഴിയാണ്. മറ്റേത് വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ വെറുക്കാൻ പഠിക്കും, അകറ്റാൻ പഠിക്കും. അവൻ വേറെ അവൾ വേറെ എന്ന് പഠിക്കും. അവൻ നരകത്തിൽ അവൾ നരകത്തിൽ എന്ന് പഠിക്കും. അലിയുടെ വഴിയിലൂടെ പോകുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സ്വർഗത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഷമീർ സലാഹി, ഈ വീഡിയോ ക്ലിപ്പ് കേട്ടല്ലോ, ഈ പ്രസ്താവനയോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മഹാജഹാലത്താണ്, അതെ, വിവരക്കേട് എന്ന് മലയാളത്തിൽ പറയാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പുതിയ ട്രെൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അലിയുടെ ആളുകൾ, അലി റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക വിഭാഗം, ഇപ്പോൾ മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും ഒരു വേള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം ഉയർത്തി കാണിക്കുന്ന രീതി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇയാൾ സമൂഹത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പറയുന്നതിന് പ്രമാണബദ്ധമായി വല്ല രേഖകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായല്ലാത്ത വേറൊന്നും ഇല്ല എന്നതാണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനത്തിനെതിരാണ്. ഇപ്പോൾ ഖുർആനിന് അകമ്പൊരുളെന്ന് പറഞ്ഞിട്ട് ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു സാധനം എഴുതിയ മനുഷ്യനാണല്ലോ അദ്ദേഹം. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ അതായത് കാനൻ നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന മുൻദിരീന വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനൻ നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി എന്നാണ്. ഇവിടെ കാനൻ നാസു ഉമ്മത്തൻ വാഹിദ, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ചു. പിന്നീട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, അവരാണ് ലോകത്തുള്ള മനുഷ്യരെല്ലാം. ഇവരൊരു ഏക സമൂഹമായി ഏക വിശ്വാസത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടക്കാണ് തലമുറകളിലേക്ക് പിന്നീട് ഷിർക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഷിർക്ക് കടന്നു വന്നു ആ ഷിർക്ക് അഥവാ ബഹുദൈവാരാധന കടന്നു വരികയും ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഴിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിച്ചും ആ വഴിയിൽ നിന്ന് തെറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്ന് താക്കീത് നൽകിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചത്. മാത്രവുമല്ല വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ്, സത്യവുമായിക്കൊണ്ട് അവരുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു എന്നാണ്. എന്തിനു വേണ്ടി? ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി ഫീമ ഇഖ്തലഫൂ ഫീ, അവർ ഏതൊരു വിഷയത്തിലായിരുന്നോ ഇഖ്തിലാഫിലായത് അഥവാ അഭിപ്രായ ഭിന്നതയിലായത്, ആ അഭിപ്രായ ഭിന്നതയിൽ ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാരുടെ കൂടെ സത്യവേദഗ്രന്ഥങ്ങളും ഇറക്കിയെന്നതാണ്. എന്താണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കുക? ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രൈസ്തവനും
അതെ. അതുപോലെ തന്നെ നായയെയും പന്നിയെയും ദൈവമായി കാണുന്ന ഹല്ലാജും, അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ശ്രീനാരായണ ഗുരുവും, അതുപോലെ തന്നെ സിഖ് മതത്തിൻ്റെ ഗുരുനാനാക്കിനെയും ഒക്കെ ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു വിശാലമായ എന്ന് പറയുമ്പോൾ ഈ ആയത്ത് പിന്നെ എന്തിനിറക്കിയതാണ്? കാരണം എന്താ വെച്ചാൽ ആ ഉമ്മത്തുൻ വാഹിദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ ഒരു ഉമ്മത്ത് അഥവാ ഒരു സമുദായമായിരുന്ന മനുഷ്യർ ഇതേപോലെ ഭിന്നിച്ച് പോയപ്പോൾ യഥാർത്ഥ തറവാട്ടിലേക്ക് വിളിക്കാനാണ് പ്രവാചകന്മാർ വന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ ആയത്തിനെതിരാണ് ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന അഹമ്മദ് റൂമി ആകട്ടെ, അതല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഹല്ലാജ് ആകട്ടെ, ഇവരൊക്കെ മുന്നോട്ട് വെച്ചത് ഒരിക്കലും തന്നെ ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തസവുഫിൻ്റെ അഥവാ വളരെ മോശമായ രൂപത്തിലുള്ള കുറേ കാഴ്ചപ്പാടുകളാണ്. ഈ കാഴ്ചപ്പാടുകൾ ഒരു ഭാഗത്ത് സമസ്ത മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചപ്പാടുകളാണ് പലതും. എന്നിട്ട് ഇവിടെ അദ്ദേഹം ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലി റളിയല്ലാഹുവിൻ്റെ വഴി, അലി റളിയല്ലാഹുവിന് വഴി എന്നിട്ടൊരു വഴിയില്ല, ഇസ്ലാമിനൊരു വഴിയുണ്ട്. ആ വഴിയിലായിരുന്നു അലി റളിയല്ലാഹു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അലി റളിയല്ലാഹുവിൻ്റെ വഴിയിലുള്ള ആളുകളാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. ആ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ചര്യയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഖുലഫാക്കളുടെ ചര്യയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽ നാലാമനാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ആ ചര്യ തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചര്യ, ആ ചര്യ തന്നെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചര്യ, ആ ചര്യ തന്നെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ചര്യ, അതുതന്നെയാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും ചര്യ. ആ അലി റളിയല്ലാഹു അൻഹുവിൻ്റെത് എന്ന് പറഞ്ഞിട്ട് അതൊരു വേറെ കോലത്ത് കൊണ്ടുപോകുക എന്നുള്ളത് അതൊരിക്കലും എന്തല്ല, അങ്ങനെ ഒരു സംഭവമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, മൂപ്പര് പറഞ്ഞ ഭയങ്കര എന്താണ് പറയുക, ഒരു സൗഹൃദത്തിൻ്റെ ആളായിരുന്നു എന്നൊക്കെ പറയണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് വിജയിച്ചവർ. അതുകൊണ്ട് വലാ തമൂത്തുന്ന ഇല്ലാ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ മുസ്ലിമായി കൊണ്ടുവേണം, അഥവാ അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചവനായി കൊണ്ടുവേണം ഓരോ മനുഷ്യനും മരിച്ചു പോകാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അലി റളിയല്ലാഹുവിൻ്റെ പട്ടാളത്തിലെ അതിൻ്റെ നേതാവായിരുന്നു, അതല്ലെങ്കിൽ ആ പട്ടാളത്തിലൊരു പ്രധാന വ്യക്തിയായിരുന്നു അബു ഹയ്യാജ് അൽ അസദി റഹിമഹുല്ല, താബിയാണ്. അബു ഹയ്യാജിനെ അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത സമയത്ത് പറഞ്ഞേക്കുന്നുണ്ട്. ഈ കാര്യം ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അബു ഹയ്യാജ് പറയാണ്, ഖാലലി അലി ഇബ്നു അബി ത്വാലിബ്, അബൂ താലിബിൻ്റെ മകൻ അലി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അലാ അബഅസുക അലാ മാ ബഅസനിയ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നെ പറഞ്ഞയക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പറഞ്ഞയച്ച കാര്യത്തിനാണ്. എന്നിട്ട് പറയണത് എന്താണത്? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. അഥവാ ഇസ്ലാമിക ലോകത്തേക്ക് ശിർക്ക് കടന്നു വന്നത് കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളിലൂടെയും അതേ രൂപത്തിലുള്ള മഹാന്മാരുടെ പേരിലുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളിലൂടെയൊക്കെയായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള വിഗ്രഹാരാധനകൾക്കും അതുപോലെ തന്നെ ഖബറാരാധനകൾക്കുമൊക്കെ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ അതിനൊക്കെ പൊളിച്ച് നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളാണ് ആര്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. CH മുസ്തഫ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അതിലൂടെയും സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്, ഇതിലൂടെയും സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട്, ആരും എന്താക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രൂപത്തിലാണ് അലി റളിയല്ലാഹു അൻഹു അബു അയ്യാജിൽ അസദി റഹിമഹുല്ലയെ പറഞ്ഞേക്കുന്നത്. ഇത് പ്രമാണബദ്ധമായി നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇയാൾ പറയുന്ന വാക്കുകൾക്ക് ഇയാളുടേതല്ലാത്ത, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷിയാക്കളുടെ നേതാക്കന്മാരുടേതല്ലാത്ത തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം എന്താക്കണം, സമർപ്പിക്കണം. ഇതുകൊണ്ടാണ്
പണ്ട് മുതലേ പണ്ഡിതന്മാർ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇബ്നു മുബാറക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഈ സനദുകളെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. ആര് എവിടെ എങ്ങനെ എപ്പോൾ എന്നൊക്കെയുള്ള ഇത് പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയുന്നത് കാണാം. വലൗലൽ ഇസ്നാദ്, സനദ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ആര് എന്തുദ്ദേശിക്കുന്നു അവരൊക്കെ എന്താക്കുമായിരുന്നു, അവർ ദീനിൻ്റെ പേരിൽ അതൊക്കെ പറയുമായിരുന്നു എന്നാണ്. അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് എന്നത് ദീനിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നതിന് പുതുമയുണ്ടാക്കുവാൻ വേണ്ടി പലതും പറയുക എന്നത് അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇയാളെപ്പോലെയുള്ള ആളുകൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവ്വമത സത്യവാദം. ആ ഒരു സർവ്വമത സത്യവാദം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എല്ലാവരുടെ ഇടയിലും ഒരു സ്വീകാര്യത കിട്ടുന്ന കാര്യമാണെന്നുള്ളത്. എന്നാൽ യഥാർത്ഥ മതവിശ്വാസികൾ, അത് മുസ്ലിമാകട്ടെ, അതിൽ ഹിന്ദുവാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഏത് മതവിശ്വാസിയാണെങ്കിലും അവൻ്റെ വിശ്വാസത്തിൽ അവൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും ആ മതത്തെ ആദരിക്കുന്നതാണ്, ബഹുമാനിക്കുന്നവനാണ്. അതല്ലാത്തതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവനാണ്. തീർച്ചയായിട്ടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപടൻ്റെ ഏർപ്പാടാണ്. എല്ലാവരും ശരിയാണ്, എല്ലാവരോടും പോരി എന്ന് പറയുന്ന രീതി. ഇവിടെ പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ വെറുക്കുവാൻ പഠിപ്പിക്കുന്നു എന്നാണ്. ഇയാൾ ഇത് എന്താണ് പറയുക, ഒരു വെറുപ്പിൻ്റെ നിർമ്മാണ കേന്ദ്രമാണ് ഇസ്ലാം. ഇയാളുടെ ദീന് വേറെയാണ്. അയാളുടെ ദീന് എന്ന് പറഞ്ഞാൽ വെറുപ്പിൻ്റെ കേന്ദ്രമല്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്, മുബശ്ശിരീന വ മുന്തിരീൻ എന്നാണ്. പ്രവാചകന്മാരുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻദാർ? ഇൻദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതുപോലെ, അള്ളാഹ് റസൂല് പറഞ്ഞതുപോലെ ജീവിക്കാത്തവന് ശിക്ഷയുണ്ട്. അത് ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കുണ്ട് എന്നാണ്, നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നാണ്. ഒരേപോലെ ഓരോരുത്തരും ജീവിക്കുന്നതിൽ അവർക്കുണ്ട് എന്നാണ്. ഇനി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്ന ഒരാളാണെങ്കിലോ അവന് സന്തോഷ വാർത്ത ഉണ്ട് എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആൻ പച്ചക്ക് പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്ക് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കാത്തവന് നരകമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വെറുക്കാൻ പഠിപ്പിക്കലല്ല, മറിച്ച് കേൾക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാനുള്ളത് യഥാർത്ഥ വഴിയിലാണോ, പരലോകത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷയം വരുമോ, അതുകൊണ്ട് എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് പഠിക്കാൻ ആ ഒരു ശൈലിയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെല്ലാം ജീവിതത്തിൽ പകർത്തുകയും നബി അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും അതോടൊപ്പം നബി എന്താണോ മതത്തിലെ ആരാധനയായി കൊണ്ട് പഠിപ്പിച്ചത് അത് മാത്രം ആരാധനയായി കണ്ട് അള്ളാഹുവിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആകുന്നത്. അവൻ സ്വർഗത്തിലാണ്. അല്ലാത്തവൻ സ്വാഭാവികമായിട്ടും എന്താണ്, അവൻ നരകത്തിലാണ്. അതേസമയത്ത് ഇന്ന വ്യക്തി നരകത്തിലാണെന്ന് പറയാൻ, ഇന്ന ആൾ നരകത്തിലാണെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ CH മുസ്തഫ നരകത്തിലാണെന്ന് പറയാൻ നമുക്ക് എന്താക്കിയിട്ടില്ല, അള്ളാഹു അധികാരം നൽകിയിട്ടില്ല, മതം അധികാരം നൽകിയിട്ടില്ല. പക്ഷേ അയാൾ പഠിപ്പിക്കുന്ന ആശയം നരകത്തിലേക്ക് നയിക്കുന്ന ആശയമാണെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് നമ്മൾ ആ നിലക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. ഇവിടെ പിന്നെ അലി റളിയല്ലാഹുവിനെ ഇങ്ങനെ മഹത്വപ്പെടുത്തി വരുമ്പോൾ അതിൽ വേറെയും അദ്ദേഹത്തിൻ്റെ വേറെയും പിന്നെ വീഡിയോ ക്ലിപ്പുകളുണ്ട്. അപ്പോൾ അതുകൂടി കേൾക്കുമ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ അലി റളിയല്ലാഹുവിനെതിരെയാണ് നമ്മളിൽ നിൽക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പോവും. സത്യത്തിൽ അഹ്ലുസുന്നയുടെ ഈ നിലപാട് അത് നമ്മൾ വ്യക്തമായി പറയേണ്ടതുണ്ട്. മുസ്തലായി ശരിക്ക് കണ്ണടച്ച് ഇരുട്ടാക്കുന്നൊരു പണിയാണ് ഇയാൾ ചെയ്യുന്നത്. കാരണം ഇയാളുടെ സംസാരത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ അവസാനം ആരുണ്ടാവും, അലി റളിയല്ലാഹുവിനുണ്ടാവും. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുക ഇയാളല്ലാത്ത അല്ലെങ്കിൽ ഇയാളെ അനുസരിക്കാത്ത മുഴുവൻ ആളുകളും അലി റളിയല്ലാഹുവിനെ നിന്ദിക്കുന്നവർ, ഇയാളും കൂടെയുള്ളവരും അലി റളിയല്ലാഹുവിനെ ആദരിച്ച് ബഹുമാനിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാൾ എന്നെന്ത് ചെയ്യും, അതിങ്ങനെ ധ്വനിപ്പിച്ചുകൊണ്ടിരിക്കും. ശരിക്ക് സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്, അവർക്ക് മനാഖിബുകളുണ്ട് അല്ലെങ്കിൽ ഫളായിലുകളുണ്ട്, ശ്രേഷ്ഠതകൾ, അവരുടെ സവിശേഷതകൾ കാണാൻ പറ്റും. അപ്പോൾ
4 ഖലീഫമാരിൽ ഒരാളായിട്ട് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയ ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന് അപ്രമാദിത്യം കൊടുത്ത് അദ്ദേഹത്തെ ഒരു ആരാധ്യ പുരുഷനായി, അതേപോലെ ലോകം നിയന്ത്രിക്കുന്ന ആളായി, ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ഷിയാ സൂഫി ചിന്തകളിൽ അകപ്പെട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള പദവിയും സ്ഥാനവും ഒക്കെ കൊടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ വഷളാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ, അതൊരിക്കലും അഹ്ലുസുന്നയുടെ വക്താക്കൾ അനുകൂലിക്കുന്നതോ അല്ലെങ്കിൽ നിലനിർത്താൻ അനുവദിക്കുന്നതോ ആയ ഒരു കാര്യമല്ല. കാരണം ഷൂറ, കൂടിയാലോചന എന്നൊരു ഇബാറത്തുണ്ട്. ആ ഇബാറത്തിലൂടെ ഫലം കണ്ട കാര്യമാണ് ആര്? അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയാണെന്നുള്ളത്. ബാക്കി 3 ഖലീഫമാർക്കും ശേഷം അലി റളിയല്ലാഹു അൻഹു വരിക എന്നത് ആ നിലക്ക് വന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഖലീഫ ആകേണ്ട ആളായിരുന്നു. ബാക്കി 3 പേരെ അതിനു വേണ്ടി അവഗണിക്കുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ കാഫിറുകളാണ് എന്നൊക്കെ വിധിക്കുക. അങ്ങനെ വലിയ രൂപത്തിലുള്ള പിഴവിൽ അകപ്പെട്ട ആളുകൾ ഈ അപ്രമാദിത്യം കൊടുത്തു വന്ന ആളുകളായി ലോകത്തുണ്ട്. അപ്പോൾ അവർ അലി റളിയല്ലാഹുവിൻ്റെ പേര് ഇനി പിന്നെ ആ പേര് മാത്രം പറഞ്ഞു തരിക, ഞങ്ങൾ അലിയുടെ ആളുകളാണ് എന്ന് അവരിങ്ങനെ രാവും പകലും പറഞ്ഞാൽ പോലും എന്താവില്ല, ഈ വസ്തുത ഒരിക്കലും പിന്നെ വിസ്മരിക്കാനോ അല്ലെങ്കിൽ അതിനെ വൃഥാവിലാക്കാനോ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അലി റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ, അന്നേ ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വളർന്ന സ്വഹാബിയാണ്. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തബൂക്ക് യുദ്ധത്തിലേക്ക് പോയപ്പോൾ പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ വേണ്ടി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഒരു പിൻഗാമിയായി അവിടെ നിർത്തിയതാരാണ്? അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ മനസ്സിലത്ത് പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാമൊക്കെ ഹാറൂൻ നബി അലൈഹി സ്വലാം ഉള്ള ഒരു സ്ഥാനം, പക്ഷേ എനിക്ക് ശേഷം നബി ഇല്ല എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുന്നു. അതേപോലെ ഖൈബർ യുദ്ധവേളയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ ഒരാൾ ഇവിടെ വരും, അയാൾക്ക് ഞാൻ ഈ കൊടി കൈമാറും എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് കാണാൻ. അപ്പോൾ ഇതെല്ലാം അവിടുന്നിൻ്റെ മഹത്വങ്ങളാണ്, പ്രമാണങ്ങൾ അംഗീകരിച്ച കാര്യങ്ങളാണ്, അതൊക്കെ ഉൾക്കൊള്ളുന്നു. അതെല്ലാം ഉൾക്കൊണ്ട് അതിൽ വിശ്വസിച്ചാണ് വിശ്വാസി ഉമ്മത്ത് പോകുന്നത്. ഒരു സ്വഹാബത്തിനെ നിന്ദിക്കുക, അവഗണിക്കുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ രീതിയേ അല്ല. പിന്നെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇയാൾ ഈ സംസാരത്തിൽ തന്നെ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാളാകണമെങ്കിൽ അലിയുടെ റൂട്ടിലാകണം. ശരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇയാൾ പൂർണ്ണമായും നിരാകരിക്കുന്നൊരു നിലപാട് കൂടിയാണത്. കാരണം ഉസ്വത്തുൻ ഹസന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഇനി അത്ര തുല്യമായ എന്ന് വേണ്ട, അതിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നൊരു ജീവിതം വേറല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി മുറുകെ പിടിക്കുക എന്നല്ല, അലിയുടെ വഴി മുറുകെ പിടിക്കുക. അവിടെ തന്നെ എന്തായി, ആ ഷിയാ വിശ്വാസം ജ്വലിക്കുകയാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു ആ നബിയാകേണ്ടത് അത് മാറിപ്പോയതാണ് എന്ന നിലക്കുള്ള ഷിയായിസത്തിൻ്റെ ആ പൊട്ട വിശ്വാസം ഇയാളെ നാവിലൂടെ ആളി കത്തുകയാണ് ശരിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസി സമൂഹത്തിൽ, കുടുംബത്തിൽ, മറ്റു മതസ്ഥരോട് ഏത് മേഖലയിലും എങ്ങനെ ഇടപെടണം എന്ന് ജീവിതത്തിലൂടെ പഠിപ്പിച്ച വ്യക്തിത്വമാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ആ മാർഗമുണ്ടായിരിക്കെ ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞിട്ട് എന്തു ചെയ്യുക, അലിയുടെ മാർഗമാണ് എന്നിങ്ങനെ വീമ്പിളക്കുന്ന ഒരു സ്വഭാവം, അത് സമൂഹം തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞൊരു സംഗതിയാണ് ഈ എല്ലാം ശരിയെന്ന ആശയമാണല്ലോ. അപ്പോൾ ശരിക്ക് പിന്നെ പൂർവ്വകാല വേദഗ്രന്ഥങ്ങൾ അതേപോലെ തന്നെ ആശയങ്ങളൊക്കെ മനുഷ്യർ കൈകടത്തിയത് കാരണമായി മാറ്റിമറിക്കപ്പെട്ടു. ഒന്നും ശരിയായ തനതായ രൂപത്തിൽ ഇന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ബോധം പോലും ആർക്കില്ല, ഇയാൾക്കില്ല. പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവില്ല, പ്രവാചകന്മാരിലെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു, ഒരു വേർതിരിവില്ല. പക്ഷെ അവർക്ക് ഇറക്കപ്പെട്ടത് അവരുടെ കാലത്തുണ്ടായിരുന്ന ശരീഅത്ത് പൂർണ്ണ രൂപത്തിൽ എന്തില്ല, ഇന്നില്ല, മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. എന്നാൽ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടക്കം ഉണർത്തിയ കാര്യം, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, നിങ്ങൾക്കൊരു
ഷിറാത്ത്, ഒരു മതനിയമ, അതേപോലെ തന്നെ മിൻഹാജ്, അതെങ്ങനെ കൊണ്ടു നടക്കണം, ഇത് നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അത് മാത്രമേ ഇനി ശരിയുള്ളൂ. ഈ ലോകം അവസാനിക്കുന്നത് വരെ ഉള്ളവർക്ക് പിൻപറ്റാനുള്ള ഏക സത്യം ഏത് മാത്രമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ സത്യം മാത്രമാണ്. അപ്പോൾ അതിനെ തേജോവധം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ കരിവാരിത്തേക്കുന്ന ഇയാളുടെ ഈ നിലപാട് നേരത്തെ ഷിബു സലയ വെറുപ്പുൽപാദനമാണ്. ശരിക്കും ഒരു വെറുപ്പുൽപാദന യന്ത്രമാണ് ശരിക്കും ഇയാളാണ് ശരിക്കത്. അല്ലാതെ ഇവിടെ സത്യത്തിന് വേണ്ടി അടിയുറച്ച് നിൽക്കുന്നവരല്ല വെറുപ്പുൽപാദനത്തിൻ്റെ ആളുകൾ. ഇയാളാണ് സാക്ഷാൽ വെറുപ്പുൽപാദന യന്ത്രം എന്ന് അയാളുടെ നിലപാട് പരിശോധിച്ചാൽ ആർക്കും ഉറപ്പിച്ച് പറയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ, വലിയ കെണികളിൽ അകപ്പെടാതിരിക്കാൻ സദാ എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇയാൾക്ക് ഇനി ഇടവും വല്ലതും നോക്കാമല്ല. അതാണ് ഇയാളുടെ സ്വഭാവം. ഇയാൾക്ക് അപ്പുറം നോക്കാമല്ലോ. ശരിക്കും ഖുർആൻ പറഞ്ഞല്ലോ, ഈ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ തടയുക, അതേപോലെ ആ മാർഗത്തെ കേടുവരുത്താൻ നോക്കുക എന്ന് പറഞ്ഞില്ലേ, അതാരായിരിക്കും? അവർ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. അപ്പോൾ ഇയാൾക്ക് ഇനി ചുറ്റുപാടൊന്നും നോക്കാമല്ല. സാധാരണ മലയാളത്തിൽ പറയുന്നത് നേപ്പലില്ലാത്ത അതെ, ഈ പരി പേടിക്കേണ്ട. അതാണ് ആ ഒരു അവസ്ഥ. ഇയാൾ മൊത്തത്തിൽ ഇയാളുടേതായ ഒരു ജീർണത എത്തിക്കഴിഞ്ഞു. അപ്പം ഇനി എവിടെയും നോക്കാമല്ല. അതുകൊണ്ട് ഇയാളെ കേൾക്കുന്നവരും ഇയാൾ ശരിയെന്ന് വിചാരിക്കുന്നവരുമാണ് വളരെ ഗൗരവത്തിൽ കാണേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതെ, ഇവിടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ ഇങ്ങനെ ശരിയായ ദീനിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ദീനിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന്, ഖുർആൻ സുന്നത്തിൽ നിന്നും നമ്മൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.